നമസ്കാരം, ആരോമലാണ്. നിൽക്കുന്നത് ഏലപ്പാറയിലാണ്. ഏലപ്പാറ എന്നുള്ള സ്ഥലത്ത് വളരെ മനോഹരമായ സ്ഥലങ്ങളിലൂടെ ഉണ്ട് കടന്നു പോകുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, നമ്മൾ ഡ്യൂട്ടിയിലായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഇനി നമ്മളെ ഡ്യൂട്ടിയൊക്കെ തീർന്നതിന് ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് നോക്കട്ടെ. ഈ വഴിക്കാണ് തിരിച്ചു വരുന്നത്, ഉറപ്പായിട്ട് നിങ്ങളെ കാണിക്കാം. എനിക്ക് എന്തായാലും ഞാൻ ഇന്നല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ എന്നായാലും ഇതിലുള്ള ഒരു ദിവസം വരാതിരിക്കില്ല. കാരണം അത്രയും നല്ല മനോഹരമായ കുറേ സ്ഥലങ്ങൾ ഞാൻ കണ്ടു. അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റാത്ത നല്ല വിഷമമുണ്ട്. എന്തായാലും തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം. തിരിച്ചു വരുമ്പോൾ ഈ വഴിക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ എല്ലാം നമുക്കതെല്ലാം എടുത്ത് നിങ്ങളെ കാണിക്കാം. നോക്കട്ടെ. തിരിച്ച് ഈ വഴിക്കല്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല. കാരണം അത്ര മനോഹരമായിരുന്നു. എനിക്കത് നന്നായിട്ട് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതിന് സാധിച്ചില്ല. നോക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ, ഉറപ്പ് പറയാൻ പറ്റില്ല. പാമ്പനാർ മാർക്കറ്റിലായിട്ടോ നിൽക്കുന്നത്. പാമ്പനാർ മാർക്കറ്റായി കാണുന്നത് ചെറിയ ഇടുങ്ങിയ വഴിയാണ്. ഇവിടുന്ന് ഇങ്ങനെയാണ് നമ്മൾ കയറിപ്പോകുന്നത്. ഇതെല്ലാം ഓട്ടോ സ്റ്റാൻഡ്, സൈഡിൽ കാണുന്നതെല്ലാം വണ്ടി സ്റ്റാൻഡുകളാണ്. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ കേട്ടോ, ഭയങ്കരമായിട്ട് കൺജസ്റ്റഡാണ്. പച്ചക്കറി കട അതുപോലെ കടകളാണ് മൊത്തം. കടകളൊക്കെയാണ്. ഇതൊക്കെ നീണ്ടു കിടക്കുകയാണ്. വന്ന വഴിക്കൊന്നും വീഡിയോ എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോ എടുക്കുമായിരുന്നു. ഇവിടെയൊക്കെ നല്ല കൺജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നല്ല കൺജസ്റ്റഡ്. ഒരു വണ്ടി എതിരെ വന്നു കഴിഞ്ഞാൽ വേറൊരു വണ്ടിക്ക് സൈഡിലൂടെ ഇടയില്ല. ഞാൻ തന്നെ ഇവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പെട്ടുപോയി. അകത്തേക്ക് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും പുറകെ വണ്ടികൾ വന്ന് ഹോൺ അടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇച്ചിരി തിരക്ക് കുറഞ്ഞു. നമ്മുടെ വണ്ടി അപ്പുറത്ത് ഒതുക്കിയിട്ടിരിക്കുന്നത്. ഇങ്ങനെ പോണ വഴിക്ക് കുറച്ച് കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. പാമ്പനാറിൻ്റെ ഒരു സൈഡായി കാണുന്നത്. നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഷോട്ടുകളായിട്ട് എടുക്കാൻ പറ്റുന്നുള്ളൂ, കാരണം വണ്ടി കുറച്ച് നിർത്തുന്നില്ല. അതുകൊണ്ട് നല്ല പുൽമേട്. ഇങ്ങനെ റോഡായി പോകുന്നത്. ഇതിലെയാണ് റോഡ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെറിയ ഷോർട്ട് വീഡിയോകൾ എടുക്കാൻ പറ്റുമോ നോക്കാം. മുന്നോട്ട് പോകുമ്പോൾ കാണാം.